ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരംഗരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 23. ദക്ഷചരിതവും ചിത്രകേതൂപാഖ്യാനവും. പ്രാചേതസസ്തു ഭഗവന്നപരോ ഹി ദക്ഷസ്ത്വൽസേവനം വ്യതിത സർഗവിവൃദ്ധികാമ ആവിർഭവൂവിവിദതദാലസദഷ്ടബാഹൂ തസ്മൈ വരം ദദിധതാം ച വധൂവസിഗ്നീം. ഹേ ഭഗവാനെ, പ്രചേതസ്സുകളുടെ മറ്റൊരു പുത്രനായ ദക്ഷൻ പ്രജാക്ഷേമ തൽപരനായതുകൊണ്ട് പ്രജാക്ഷേമത്തിനുള്ള മാർഗങ്ങളാരായാൻ അങ്ങയെ തപസ്സു ചെയ്തു. അപ്പോൾ അങ്ങ് പ്രശോഭിക്കുന്ന 8 തൃക്കരങ്ങളോടുകൂടി പ്രത്യക്ഷനായി. ദക്ഷന് പ്രജാക്ഷേമത്തിനുള്ള വരവും പത്നിയായി അസിഗ്നി എന്ന കന്യകയെയും നൽകി. തസ്യാത്മജസ്ത്വയിദമീശ പുനഃസഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാഭൂ നൈകത്ര വാസമൃഷയേ സമുമോജ ശാപം ഭക്തോത്തമത്വഋഷിരനുഗ്രഹമേവ മേനേ. ഹേ ഈശ്വര, ദക്ഷന് ആദ്യം 10,000 പുത്രന്മാരും പിന്നെ 1000 പുത്രന്മാരും ഉണ്ടായി. അവർ ശ്രീനാരദന്റെ വാക്കുകൾ കേട്ട് സായുജ്യമാർഗം തേടി. അതറിഞ്ഞപ്പോൾ ദക്ഷൻ നാരദനെ ഒരിടത്തും ഉറച്ചിരിക്കാത്തവനാകാൻ ശപിച്ചു. ഉത്തമഭക്തനായ മഹർഷി ആ ശാപം ഒരനുഗ്രഹമായാണ് കണക്കാക്കിയത്. ഷഷ്ട്യാ തതോ ദൃഹൃദ്ഭിः സൃജതകുലൗഘാൻ ദൗഹിത്രസൂനുരഥതസ്യ സവിശ്വരൂപ ത്വൽസ്തോത്രവർമിദമജായ ദിദിന്ദ്രമാജൗ ദേവഃ ത്വദീയമഹിമാ ഖലു സർവചൈത്ര. ഹേ ദേവ, തൻ്റെ 60 പുത്രിമാരിലൂടെ പ്രജാഭിവൃദ്ധി സാധിച്ച ദക്ഷൻ്റെ ദൗഹിത്രപുത്രനായ വിശ്വരൂപൻ അസുരന്മാരുമായുണ്ടായ യുദ്ധത്തിൽ ഇന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടി അങ്ങയുടെ സ്തോത്രമാകുന്ന കവചം പ്രയോഗിച്ചു. യുദ്ധത്തിൽ ഇന്ദ്രൻ വിജയിയാവുകയും ചെയ്തു. അങ്ങയുടെ മാഹാത്മ്യം എല്ലാറ്റിനെയും പരാജിതമാക്കുന്നു. ദക്ഷൻ്റെ 60 പുത്രിമാരിലൊരുവളായ അദിതിദേവിയുടെ പുത്രനായ ത്വഷ്ടാവിൻ്റെ മകനാണ് വിശ്വരൂപൻ. ദേവാചാര്യനായ ബൃഹസ്പതിയുടെ അഭാവത്തിൽ അസുരന്മാർ ഇന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. ഇന്ദ്രൻ വിശ്വരൂപനെ ആചാര്യനായി സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശാനുസരണം നാരായണ കവചം ഉപയോഗിച്ച് യുദ്ധത്തിൽ വിജയിയാകുകയും ചെയ്തു. പ്രാക്ശൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീത് നൃപതിരംഗിരസപ്രഭാവാത് ലബ്ധ്വൈകപുത്രമഥ തത്ര ഹതേ സഭഗ്നി സംഗൈരമുഹ്യത വശസ്തവ മായയാസൗ. പണ്ടൊരിക്കൽ ശൂരസേന ദേശത്തിലെ രാജാവായ ചിത്രകേതു തനിക്കൊരു പുത്രനുണ്ടാകാൻ വളരെയേറെ ആഗ്രഹിച്ചു. ഒടുവിൽ അങ്കിരസിൻ്റെ അനുഗ്രഹത്താൽ ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രനെ സപത്നികളാൽ മറ്റു പത്നികളാൽ നിഹനിക്കപ്പെട്ടപ്പോൾ ചിത്രകേതു മായാമോഹിതനായി ദുഃഖപാരവശ്യത്തിൽ മുങ്ങിപ്പോയി. തം നാരദസ്തു സമമങ്കിരസാദയാലു സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം त्यक्त्वा त्वदर्शनविधौ നൃപതിം നിയുക്ത. ദയാലുവായ നാരദൻ
അങ്കിരസു മഹർഷിയൊത്ത് ചിത്രകേതുവിനരികിൽ വരികയും മരിച്ചുപോയ പുത്രൻ്റെ ജീവനെ യോഗബലത്താൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ ആരുടെ പുത്രനാണ്? ജീവാത്മാവിന് മാതാപിതാക്കളില്ല എന്ന് ആ ജീവന്റെ വാക്കുകൾ കേട്ട് ചിത്രകേതു മായയിൽ നിന്ന് മുക്തനായി അങ്ങയെ അർച്ചിക്കുന്നതിൽ മാത്രം മുഴുകി. സ്തോത്രം ച മന്ത്രമപി നാരദോദലബ്ധ്വാ തോഷായ ശേഷവഭുഷോനനുതേ തപസ്യൻ വിദ്യാധരാധിപതിതാൻ സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യഗുണ്ടമതിരന്വഭജൽഭവന്തം. പിന്നീട് ചിത്രകേതുവിനെ ശ്രീനാരദനിൽ നിന്ന് സ്തോത്രവും മന്ത്രവും ലബ്ധമായി. ആദിശേഷനായ അങ്ങയുടെ പ്രസാദത്തിനു വേണ്ടി തപസ്സനുഷ്ഠിച്ച ചിത്രകേതു 7 ദിവസങ്ങൾക്കകം വിദ്യാധരന്മാരുടെ അധിപസ്ഥാനത്തേക്ക് ഉയർന്നുവെങ്കിലും അഹംഭാവമില്ലാതെ അങ്ങയുടെ ഭജനം തുടർന്നു. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബന്ധനുദിസിദ്ധഗണാവൃതേന പ്രാദുർഭവന്ന ചിരതോനുദിഭിഃ പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദദാഥ. അജിരേണ അങ്ങ് മൃണാളം പോലെ വെളുത്തതും സഹസ്രം ശിരസ്സുകളോട് കൂടിയതും സ്തോത്രങ്ങൾ പാടുന്ന സിദ്ധന്മാരാൽ വലയം ചെയ്യപ്പെട്ടതുമായ സ്വരൂപത്തോടെ ചിത്രകേതുവിൻ്റെ മുൻപിൽ പ്രത്യക്ഷനാകുകയും കീർത്തനങ്ങളാൽ സന്തുഷ്ടനായി ആത്മതത്വജ്ഞാനം ഉപദേശിക്കുകയും അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്ത് മറയുകയും ചെയ്തു. ത്വദ്ഭക്തമൗലിരതസോഭിജലക്ഷലക്ഷം വർഷാണി ഹർഷുലുമനാഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭി സംഗാതിരേകരഹിതോ ലളിതം ചചാര. അങ്ങയുടെ ഭക്തന്മാരിൽ അഗ്രഗണ്യനായ ചിത്രകേതു യഥേഷ്ടം സർവലോകങ്ങളിലും വിദ്യാധര സുന്ദരികളെ കൊണ്ട് അങ്ങയുടെ കീർത്തനങ്ങൾ പാടിക്കുകയും അനേക ലക്ഷം വർഷങ്ങൾ അനാസക്തവും ഹർഷഭരിതവുമായ മനസ്സോടുകൂടെ മനോജ്ഞമായ രീതിയിൽ സഞ്ചരിക്കുകയും ചെയ്തു. അത്യന്തസംഗവിലയായ ഭവൽ പ്രണുന്നോ നൂനം സരൂപ്യ ഗിരിമാപ്യമഹൽ സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗചാരിം തം ശങ്കരം പരിഹസന്നുഭയാഭിഷേഭേ. തൻ്റെ കഴിഞ്ഞുപോയ ഭൗതിക ജീവിതത്തിലെ ദോഷങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അങ്ങയാൽ പ്രേരിതനായ ചിത്രകേതു കൈലാസത്തിലെത്തുകയും മഹത്തുക്കൾ നിറഞ്ഞ സഭയിൽ സംശയലേശമെന്നെ പത്നിയായ പാർവതിയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാമാരിയായ ശ്രീ പരമേശ്വരനെ പരിഹസിക്കുകയും ചെയ്തു. അപ്പോൾ പാർവതി ചിത്രകേതുവിനെ ശപിച്ചു. നിസ്സംഭ്രമസ്ത്വയമയാജിതയശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരഭിഭ്രമവപാസ്യ ഗതപദം തേ. ശപിക്കപ്പെട്ടതിൽ പരിഭ്രമമോ ശാപമോക്ഷത്തിന് ഉത്കണ്ഠയോ ഇല്ലാത്ത ചിത്രകേതു പിന്നീട് വൃത്രാസുരനായി ജനിക്കുകയും ദേവേന്ദ്രനുമായുള്ള യുദ്ധമധ്യേ ഭക്തിയും ആത്മതത്വവും ഉപദേശിച്ച ഇന്ദ്രൻ്റെ പോലും മായാഭ്രമത്തെ തീർക്കുകയും അവസാനം അങ്ങയുടെ ലോകത്തിലേക്ക് തിരിക്കുകയും ചെയ്തു. ഇന്ദ്രൻ വിശ്വരൂപനെ നിഗ്രഹിച്ചു. ക്രുദ്ധനായ ത്വഷ്ടാവ് പ്രതികാര മനോഭാവത്തോടെ യാഗം ചെയ്യുകയും യാഗകുണ്ഡത്തിൽ വൃത്രാസുരൻ്റെ രൂപത്തിൽ ചിത്രകേതു ജാതനാകുകയും ചെയ്തു. ത്വൽസേവനേന ദിതിരിന്ദ്രവദോദ്യതാഭി താൻ പ്രത്യുതേന്ദ്രസുഹൃദോ മരുതോ ബിലേഭേ തുഷ്ടാശയേഭി ശുഭദൈവ ഭവന്നിഷേവാ തത്താദൃശസ്ത്വമവ മാം പവനാലയേശ. അസുരമാതാവായ ദിതി ഇന്ദ്രനിഗ്രഹത്തിന് കരുത്തുള്ള പുത്രനെ ലഭിക്കാൻ വേണ്ടി ഭഗവാനെ ധ്യാനിച്ചു, വ്രതമനുഷ്ഠിച്ചു.
ഇതറിഞ്ഞ് ഇന്ദ്രൻ ഗർഭം നശിപ്പിക്കാനായി ഒളിഞ്ഞുവന്ന് താമസിച്ചു. ഒരിക്കൽ സന്ദർഭം കിട്ടിയപ്പോൾ ഇന്ദ്രൻ ആ ഗർഭത്തിൽ പ്രവേശിക്കുകയും ഭ്രൂണത്തെ 49 ഖണ്ഡങ്ങളായി ഛേദിക്കുകയും ചെയ്തു. ഭീതരായ അവർ തങ്ങളെ കൊല്ലരുതെന്ന് നിലവിളിച്ചപേക്ഷിക്കുകയും ആജീവനാന്തം ഇന്ദ്രൻ്റെ മിത്രങ്ങളായി ജീവിച്ചുകൊള്ളാമെന്ന് ശപഥം ചെയ്യുകയും ചെയ്തു. അവരാണ് പിന്നീട് മരുത്തുക്കളായി ജനിച്ചത്. ഇന്ദ്രവധത്തിനു വേണ്ടി വ്രതമാചരിച്ച അസുരമാതാവായ ദിതി അങ്ങയെ സേവിക്കമൂലം സ്വന്തം ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായ 49 പുത്രന്മാരെ മരുത്തുക്കളുടെ രൂപത്തിൽ പ്രസവിച്ചു. നീചമായ ആശയത്തോടെ ആണെങ്കിലും അങ്ങയെ സേവിക്കുന്നവർ ഐശ്വര്യം നേടുന്നു. ഇത്തരത്തിലുള്ള ഹേ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ. ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ.